എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്യായാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമത്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൂര്യ നമസ്കാരമാണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആസനത്തിൻ്റെ പേരുകളും അതൊക്കെ ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ സൂര്യ നമസ്കാരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾ ഒരാസനത്തിൻ്റെതല്ല. അത് അപ്പം അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ഓരോരോ ആസനത്തിൻ്റെതായിട്ട് തന്നെയാണ് വരികയും ചെയ്യുക. സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ ഇതിനൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഈ ഭൂമിയായിട്ട് ബന്ധം പാടില്ല. അതിന് നമ്മൾ ഷീറ്റ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇത് ചെയ്യേണ്ടത് സൂര്യന് അഭിമുഖമായിട്ട് നിന്നാണ് ഇത് ചെയ്യേണ്ടത്. രാവിലെ സൂര്യപ്രകാശം തട്ടുന്നത് എല്ലാവർക്കും നല്ലതാണ്. കണ്ണിനും എല്ലിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ തൊലിക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായ ഒരു പ്രക്രിയയാണ് സൂര്യപ്രകാശം തട്ടുക എന്നുള്ളത്. എല്ലാവർക്കും നല്ലതാണ്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. എല്ലിനും കണ്ണിനും ഒക്കെ വൈറ്റമിൻ ഡി കൊണ്ട് സമ്പന്നമാണ് സൂര്യപ്രകാശം. അത് ഉൾക്കൊള്ളുക. എന്നിട്ട് എല്ലാവരും കഴിയുന്ന രാവിലെ അല്പം വീഴോളം ശ്രമിക്കുക. പിന്നെ ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം ശരീരവഴക്കം എന്നുവെച്ചാൽ കളരി ഭാഷ പറഞ്ഞാൽ മെയ്. പിന്നെ കൊഴുപ്പ് കുറയും. കൊഴുപ്പിന്റെ അംശങ്ങൾ കുറയും. ഇത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യുമ്പോഴല്ല, ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗുണങ്ങൾ മുഴുവൻ നമ്മളിൽ വന്ന് ചേരുന്നത്. തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 12 യോഗയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഉൾക്കൊള്ളുക. പിന്നത്തെ ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് വയറ്റിലെ കൊഴുപ്പ് കുറഞ്ഞു കിട്ടും, മസിലിന് ബലം കിട്ടും. ഇതൊക്കെ ശരിക്കും നമ്മളിത് ചെയ്യുമ്പോൾ കുറേ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വരിക. ഈ വ്യായാമം ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രക്രിയയുണ്ട്. എന്ത് കിട്ടുന്നത് നമ്മൾ നോക്കരുത്. നമ്മൾ ഒരു സേവന മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുക. എന്നുവെച്ചാൽ സേവന മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മനസ്സമാധാനം ഒരു മനസ്സുഖവും കിട്ടില്ല എന്നതുപോലെ തന്നെയാണ് ഒരു സേവനം മാതിരി ഇത് സന്മനസ്സോടു കൂടി പ്രത്യുപകാരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റവും നല്ല പ്രക്രിയയാണ് ഈ സൂര്യാവസ്ഥകൾ കിട്ടുക. ആന്തരിക അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, ശ്വാസകോശം, കരള്, കിഡ്നി, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ശക്തമായ വ്യായാമം കിട്ടുന്ന ഒരു പ്രക്രിയയാണ് സൂര്യ നമസ്കാരം. ഇത് ഉൾക്കൊള്ളണം. ഇതൊക്കെ കിട്ടും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ആന്തരിക അവയവങ്ങൾക്കാണ് അതിൻ്റെ ഗുണം. ഒരു ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും വലിയൊരു ഗുണം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കമില്ലായ്മ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഉറക്കമില്ലാത്ത ആൾക്കാർ, വെറുതെ വിഷമിക്കുന്ന ആൾക്കാർ. ഒരു കാരണം ഉണ്ടാവില്ല ശരിക്കും, പക്ഷെ വെറുതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഉറക്കമില്ലാത്തവർക്കൊക്കെ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു പ്രക്രിയയാണ് സൂര്യ നമസ്കാരം. എല്ലാവരും ചെയ്യുക. പ്രായഭേദമന്യേ കുട്ടികളെ കൊണ്ട് ഏറ്റവും കൂടുതൽ സൂര്യ നമസ്കാരം ചെയ്യിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ കൂടി ഇതിന് ഏറ്റവും വലിയ ഒരു കഴിവുണ്ട്. സ്ത്രീകൾക്ക് ഒരു വലിയൊരു ഗുണം കിട്ടുന്നുണ്ട് ഇതിൽ. നമ്മൾ എവിടെ പറഞ്ഞു കേൾക്കാത്ത വിധത്തിലുള്ള ഗുണം ഇതിലുണ്ട്. ആർത്തവ സംബന്ധമായ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം സൂര്യ നമസ്കാരത്തിലുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ടെൻഷൻ ഇത് പറ്റുന്ന ആദ്യം പറയാം. പക്ഷെ യാത്രവ സംബന്ധമായ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായം ആയുള്ള കുട്ടികൾക്കും വലിയവർക്കുള്ളൊരു പ്രക്രിയ തന്നെയാണ് അത്. ചിലർക്കൊക്കെ വയറുവേദനയാകും, പിന്നെ തലവേദന ഉണ്ടാകും, വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇതിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അതിനുള്ളതായിട്ടുള്ള പരിഹാരം ഈ സൂര്യ നമസ്കാരത്തിനുണ്ടാവും. സ്ത്രീകൾ പരമാവധി എവിടെയെങ്കിലും നിന്ന് ഒരു ദിവസം 2 സൂര്യ നമസ്കാരങ്ങൾ ചെയ്യുക. ഇടത്തേക്കാലും വലത്തേക്കാലും വെച്ചിട്ടുള്ളത് നമ്മൾ നിവർന്ന് വന്നാൽ രണ്ടാമതൊന്നും കൂടി ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്തിട്ട് പിന്നീട് നമ്മൾ 12ാമത്തെ യോഗം ചെയ്ത് നിവർന്ന് നിന്നിട്ട് പിന്നെ ഒരു 12 കൂടി ചെയ്യുക. ഇതിനാകെ
ഒരു വളരെ കുറഞ്ഞ സമയം വരുള്ളൂ. അത് സ്ത്രീകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് അപാര ഗുണങ്ങളാണ്. അത് ഉറങ്ങി എണീറ്റുകൊണ്ട് കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പിന്നെ ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു നല്ല വായുസഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് ഒരു ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. വ്യായാമങ്ങൾ എല്ലാ പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഈ നാഡീഞരമ്പുകളുടെ രക്തോട്ടത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾക്ക് വയസ്സാകുമ്പോൾ സാധാരണ ഇതിൽ ഉണ്ടാകുന്ന അധിക രോഗത്തിൻ്റെ കാരണം രക്തോട്ട കുറവ് തന്നെയാണ്. തരിപ്പ്, മരവിപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അതോടനുബന്ധിച്ച് കുറച്ച് നീര് വരും. അങ്ങനെയൊക്കെ ആയിട്ട് പല രോഗവും വരുന്നത് അതിന് അവർ സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വരാൻ വളരെയധികം സാഹചര്യം കുറവാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്ര എണ്ണം ചെയ്യുന്നു എന്നല്ല, ദിവസം 2 എണ്ണമെങ്കിലും ചെയ്യുക. ഞാൻ തോന്നെ പറഞ്ഞില്ല. അതിൽ കൂടുതൽ എത്രയോ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തുള്ളൂ. ഒരു 5 കൂടുതലൊന്നും ചെയ്യേണ്ട ഒരിക്കലും. ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ പിന്നെ ഈ നമസ്കാരത്തിൽ വന്നതോടുകൂടി പിന്നെയും ചെയ്യുക. അവിടുന്ന് ആ 12 യോഗ ചെയ്തിട്ടാണ് നിങ്ങൾ നിവർന്ന് അവിടെ നിൽക്കുന്നത്. ആ 12 യോഗ കഴിഞ്ഞാൽ പിന്നെ ഒരു 12 യോഗ ചെയ്യുക, പിന്നെ ഒരു 12 യോഗ, അങ്ങനെ 3 പ്രാവശ്യം ചെയ്താൽ മതി. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതിൽ കൂടുതൽ ചെയ്യണ്ട, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് നല്ലപോലെ സൂര്യ നമസ്കാരത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഗുണം കിട്ടിയിരിക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു നിത്യ പരിശ്രമമായിട്ട് മാറണം. ഒത്തടി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ 2 പേരും അടുപ്പിച്ച് ലെവലാക്കി വെക്കുക. കാലിൻ്റെ ആണി 2 തമ്മിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം കൈ 2 ശ്വാസം എടുത്തുകൊണ്ട് മാർത്ത് വെക്കുക. ഈ ആസനത്തിൻ്റെ പേരാണ് പ്രണാമാസനം. പ്രണാമാസനം. ഇതിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് 2ാമത്തെ ആസനത്തിലേക്ക് പോകാം. ശ്വാസം എടുക്കുക, പിന്നിലേക്ക് വളഞ്ഞ് നമസ്കരിക്കുക നല്ല പോലെ. ഇതിൻ്റെ പേര് ഹസ്തഉദ്ധനാസനം. അടുത്തത് 3ാമത്തെ ആസനത്തിലേക്കാണ് പോകുന്നത്. ഇതേമാതിരി തന്നെ വേറെ ചോപ്പില്ല. അവിടെ നേരെ നോക്കി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പോയിട്ട് ഈ ആസനത്തിൻ്റെ പേര് പാദഹസ്താസനം. പാദഹസ്താസനം. തല കാൽമുട്ടിൽ ടച്ച് ചെയ്യണം. 4ാമത്തെ ആസനത്തിലേക്ക് പോകുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വലത്ത് കാൽ പിന്നോട്ട് വലിച്ചു വെക്കുക. ഇടത്തെ കാലിൻ്റെ മുകളിൽ അവിടെ ചവിട്ടി ഉറപ്പിച്ച് നേരെ മുന്നോട്ട് നോക്കി നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. ഇനി 5ാമത്തെ ആസനത്തിലേക്കാണ് പോകുന്നത്. ഇടത്തെ കാലും കൂടെ ബാക്കിലേക്ക് എടുത്ത് വെക്കുക. ശ്വാസം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിട്ടുകൊണ്ട് പോവുക. പാരലായിട്ട് നിൽക്കുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ടിരിക്കുക. 6ാമത്തെ ആസനത്തിലേക്കാണ് പോണത്. അഷ്ടാംഗ നമസ്കാരം. അഷ്ടാംഗ നമസ്കാരം. 6ാമത്തെ ആസനത്തിൻ്റെ പേരാണ് അഷ്ടാംഗ നമസ്കാരം. കൂടി ശ്രദ്ധിക്കുക. തലമുട്ട് നിലത്ത് തട്ടണം, മാറ് നിലത്ത് തട്ടണം, അരക്കെട്ട് അല്പം പൊന്തി നിൽക്കണം. അഷ്ടാംഗ നമസ്കാരം. അഷ്ടാംഗ നമസ്കാരം. ഇനി അതിൽ നിന്ന് 7ാമത്തെ ഇതിലേക്ക് പോകണം. യോഗയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭുജംഗാസനം. തലയുടെ ഭാഗവും നെഞ്ഞിന്റെ ഭാഗവും എല്ലാം കൈക്ക് ബലം കൊടുത്തുകൊണ്ട് ഊന്നി നിറന്ന് പിന്നിലേക്ക് കഴിയാവുന്നത്ര ശ്വാസം വിട്ടു നോക്കുക. ആസനത്തിലേക്കാണ് പോകുന്നത്. പർവ്വതാസനം. 8ാമത്തെ ആസനത്തിന്റെ പേര് പർവ്വതാസനം. അവിടുന്ന് കൈക്ക് ബലം കൊടുത്തുകൊണ്ട് ഊരയുടെ ഭാഗം നിവർത്തി പിന്നിലേക്ക് കാൽപ്പത്തി നിലത്ത് അമർത്തിക്കൊണ്ട് പാൽപ്പത്തി നിലത്ത് അമർത്തി ചവിട്ടിക്കൊണ്ട് ബലം കൊടുത്ത് വെക്കുക. പർവ്വതാസനത്തിൽ നിന്നും
നമ്മൾ 9ാമത്തെ ആസനത്തിലേക്കാണ് പോണത്. അശ്വസഞ്ചലനാസനത്തിലേക്ക് പോകുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. റെഡി? കാല് അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വളഞ്ഞ് എന്നിട്ട് അശ്വസഞ്ചലനാസനം. അതിൽ നിന്ന് അതിലേക്ക് പോകുന്നത് ഇന്നവർ കാലെടുത്തിട്ട് ഇടത്തെ കാലെടുത്ത് മടക്കി വെക്കും. അവിടെ നിൽക്ക്. അതെ, ഇത് അശ്വസഞ്ചലനാസനം. വലത്തെ കാല് കൊണ്ടിട്ടുന്നത് കാലിൻ്റെ മുട്ട് മടങ്ങാതെ നിലത്ത് കൈപ്പത്തി അമർത്തി കാലിൻ്റെ മുട്ട് തല മുട്ടിന് തട്ടിക്കൊണ്ട് നിൽക്കുക. പാദഹസ്താസനം. അതിന് നീങ്ങുന്ന രീതിയാണ് ഇനി കാരണം. ശ്വാസം വിട്ടുക, എടുത്തുകൊണ്ട് വന്നിട്ട് ശ്വാസം വിട്ട് പിന്നിലേക്ക് കഴിയുന്നത്ര പിന്നിലേക്ക് വളഞ്ഞ് ശ്വാസം വിടുക. അതിൽ നിന്ന് നമ്മൾ 12ാമത്തെ ആസനത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് വന്നിട്ട് പ്രണാമാസനത്തിലേക്ക് പോവുകയാണ്. പ്രണാമാസനം കടലിൻ്റെ മറ്റുള്ള ഇതൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യാം. എല്ലാം ഞാൻ കാണിച്ചു തന്നത് മുതൽക്ക് നമ്മൾ കാണിച്ചു തന്ന ആ സംഗതികൾ മുഴുവൻ ചെയ്യാം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇടത്തേതെടുത്ത് നോക്കി വലത്തേമി ചാടി കെട്ടി ചവിട്ടി ഇടത്ത് വെച്ച് വലിഞ്ഞാൽ പറഞ്ഞേ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ വീശിത്തിരിഞ്ഞ് ആടി വലിഞ്ഞമർന്ന് എന്നത് വരെ നിങ്ങൾ ഈ ഒരാഴ്ച മുഴുവൻ അത് ചെയ്തേ പറ്റൂ. ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഈ പ്രാവശ്യം ആ വീഡിയോ ഇടുന്നില്ല. പിന്നെ ഭക്ഷണക്രമമൊക്കെ ശരിക്കും കളരികൾ എൻ്റെ കുട്ടികൾ എൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളോട് ഞാൻ അതിൻ്റെ അന്ന് ഒരു ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 5 ദിവസം കൂടുമ്പോൾ ഒരു 100 ലിവർ കൊണ്ട് കൊണ്ടുവന്ന് ചെയ്യണം, അല്ലെങ്കിൽ 10 ലിവർ കൊണ്ടുവന്ന് നിങ്ങൾ നല്ലപോലെ വെച്ച് നിങ്ങളൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത ദിവസം തന്നെ കേട്ടോ. അത് കാണാൻ. എന്നിട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. കളി മുഴുകുമ്പോൾ അത് ആവശ്യമാണ്, അത്യാവശ്യമായിട്ട് വരും അതൊക്കെ കേട്ടോ. അത് ഏറ്റവും നല്ലത് ആട്ടിൻ്റെ ലിവർ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്തു തരാം. പിന്നെ ഒരു കോഴി മരുന്നിൻ്റെ കാര്യം ഉണ്ട്, അതും നമുക്ക് വേണ്ടതാണ്. അത് തിരുവാതിരയാറ്റിയുടെ സമയത്താണ് അത് കഴിക്കേണ്ടത്. ഈ ചൂട് സമയത്തൊന്നും കോഴി മരുന്ന് കൂട്ടിയിട്ട് കോഴി കഴിക്കാൻ പാടില്ല. അത് കുട്ടികൾക്ക് പറ്റില്ല, കുറച്ച് പ്രായമായ ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിലും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പ്രാക്ടീസ് നിർത്തരുത്. ഞാനൊരു 2-3 ക്ലാസ്സിൽ ഒന്നും ചെയ്തു തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ പുതിയനെ ആഗ്രഹിക്കണ്ട. നിങ്ങൾ ഇത് കാണിച്ചു തന്നത് നിങ്ങൾ അത് കയ്യിനെ കാലിനെ പഠിപ്പിക്കും. അപ്പൊ അതിന് പിന്നാലെ ബാക്കിയൊക്കെ അങ്ങനെ വരും. അപ്പോഴേ അതിന് ഗുണമുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു യൂട്യൂബിലൊക്കെ ഇപ്പൊ പല കളരികളും പല രീതിയിൽ കാണിക്കും. നിങ്ങൾ അന്തപ്പെടുന്നുണ്ടാവും എങ്ങനെയൊക്കെ. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ ചെറുത് ചെയ്താണ് അവരവിടെ എത്തിയിരിക്കുന്നത്. അത് ലേശം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റാത്തതൊക്കെ നിങ്ങളിപ്പോ ചെയ്യുന്നില്ലേ? ഇത് വീണ്ടും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചെയ്യിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്.